ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമേ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ ചക്കപ്പഴം വരട്ടിയത് തീർന്നിട്ട് വീണ്ടും ഒക്കെ ആയിട്ടുണ്ട്. ആവശ്യക്കാരൊന്ന് വാട്സപ്പിൽ മെസ്സേജ് വിടാൻ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കുറേ നല്ല മെസ്സേജുകൾ, നമ്മുടെ വീഡിയോയ്ക്ക് നല്ല മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കുറേ അപ്പോൾ അതാണോ സ്റ്റോക്കെന്ന് ചോദിച്ച് പലരും ബാഡ് കമൻസ് ആയിട്ട് വിട്ട് നമ്മളെ ഒരു ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട്. എനിക്കത് ടീസിങ് ആയിട്ട് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ എൻ്റെ സ്റ്റോക്കെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലെ പണിയും കഴിഞ്ഞ് മക്കളെ സ്കൂളിൽ വിട്ട് ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് ഞാൻ ചക്ക തനിയെ 2-3 ചക്കയൊക്കെ വെട്ടി അത് അരിഞ്ഞ് പറക്കി മിക്സിയിൽ അടിച്ച് വരട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ അത്രയും 2-3 ചക്ക വെട്ടിയെടുത്ത് അത്രയും ചെയ്യണമെങ്കിൽ തനിയെ ചെയ്യുമ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. മാത്രമല്ല നമുക്ക് ഈ പണി മാത്രമല്ല, വീട്ടിലെ മറ്റു പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മക്കളെ ഓൾറെഡി വീട്ടിൽ നിന്ന് പറഞ്ഞ തലവസ്ഥ തുണി അലക്കാനും വിറ്റടിക്കാനും പെര തുടയ്ക്കാനും ബാക്കി എല്ലാ വീട്ടിലെ പണികളെല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന ഒരു സമയത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസത്തിൽ അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കില്ല ബാക്കി പണികളെല്ലാം കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇടുക്കിക്കാരിയല്ല കേട്ടോ, എൻ്റെ സ്വന്തം നാട് കോതമംഗലാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഇവിടെ വന്നപ്പോഴാണ് ഈ മാതിരി വീട്ടിലും ചക്കയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ മാതിരി പറമ്പ് നിറച്ച് ഇവിടെ ചക്കയാണ്. ഏത് പറമ്പിൽ നോക്കിയാലും അത് കേട്ടോ, എല്ലാ പറമ്പിലും ഇഷ്ടമാതിരി പ്ലാവും ഉണ്ട്, ചക്കയുണ്ട്. എല്ലായിടത്തും കുറേയൊക്കെ ഇട്ടതിനും ആദ്യം കുറേയൊക്കെ ഇടിഞ്ചക്കയായിട്ട് കൊടുക്കും. പിന്നെ ബാക്കി ഇങ്ങനെ ആവശ്യത്തിന് മിക്കപ്പോഴും ചക്കപ്പുഴുക്കും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ട്. രാവിലെയും വൈകിട്ടും ഈ ചക്ക സീസൺ ആയതിന്. എന്നാലും ഇഷ്ടമാതിരി ഉണ്ടല്ലോ, ഇത് മൊത്തം ഒന്നും ചെയ്യാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് ഫുള്ള് പഴുത്ത് ചീഞ്ഞ് താഴേക്ക് ചാടുവാണ് പതിവ്. അതാണ് ഞാൻ കാണാറുള്ളത്. അപ്പം ഞാൻ ഓർത്ത് ഈ വർഷം മുതൽ മാങ്ങാപ്പഴം ഞാൻ മാക്സിമം ഉപയോഗപ്പെടുത്തി മാങ്ങാപ്പഴം വരട്ടി വെച്ച് യൂസ് ചെയ്തു. അത് കളഞ്ഞില്ല. അപ്പോൾ ചക്ക ചിപ്സായിട്ട് ഉണ്ടാക്കാൻ നോക്കി. അത് മാക്സിമം ഞാൻ ഉണ്ടാക്കി. ഇപ്പം ചില പ്ലാവിൻ്റെയൊക്കെ പഴുത്ത് ഒരു മൂപ്പധികമായി. നമുക്ക് വറക്കണ ഒരു ഇതുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ നമുക്കത് വറുത്ത് കഴിഞ്ഞാൽ ഒരു സുഖാവില്ല. അപ്പോൾ അത് കഴിഞ്ഞത് ഞാൻ എന്നാ ചെയ്യുന്നത്, പഴുപ്പിച്ച് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ സത്യാവസ്ഥ ഇതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് വേറെ പണികളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. ചേട്ടായി പോകുമ്പോൾ ഒരു ചക്ക ഇട്ട് തരാൻ പറയും. അത് വറക്കണ സമയമായി. ഇപ്പം ഞാൻ വറക്കുമായിരുന്നു. പുഴുങ്ങാൻ ഒരെണ്ണം ഇടിക്കും, വേറെ ഒരെണ്ണം എക്സ്ട്രാ വറക്കാനും ഇടിക്കും. അങ്ങനെ വറുത്ത് അപ്പോൾ ഞാൻ മാക്സിമം ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ചക്ക വറക്കണ സമയം കഴിഞ്ഞപ്പോൾ ചില പ്ലാവുകളുണ്ട് അങ്ങനെ പെട്ടെന്ന് മൂക്കണതേ. അപ്പം അത് പഴുപ്പിച്ച് ചക്കപ്പഴം വരട്ടിയായിട്ട് ഉണ്ടാക്കി ആവശ്യക്കാർക്ക് അതും അയച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചക്ക ചിപ്സും ഉണ്ട്, ചക്ക വരട്ടിയുണ്ട്. അപ്പോൾ ആവശ്യക്കാരെ അങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പം എനിക്ക് ആരോടും ഒരു വിഷമം ഉണ്ടായിട്ടല്ല, ഇതാണ് സത്യാവസ്ഥ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാട്ടോ. അപ്പം നമ്മുടെ പറമ്പിലുള്ള ചക്കയെല്ലാം ഇങ്ങനെ വെറുതെ നശിച്ചു പോണേക്കാൾ ഉപരി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് മാക്സിമം നമുക്ക് ആരോഗ്യത്തിന് ഹെൽത്തിന് യാതൊരു ദോഷകരവും ഇല്ലാത്ത ഇതാണ് ചക്ക. അത് വലിയൊരു ബിസിനസ്സുകാരിയാവാനുള്ള മോഹം കൊണ്ടൊന്നും അല്ല കേട്ടോ. വെറുതെ നമ്മുടെ പറമ്പിലുള്ള ഇത് നശിപ്പിച്ച് കളയണ്ടല്ലോ എന്നൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു പരിപാടിയാട്ടോ എൻ്റെ ഈ ചക്ക ചിപ്സും ചക്ക വരട്ടിയതും ഒക്കെ.